ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആർക്ക് മണിയറ ഒരുക്കിയ കാര്യം നീ പറഞ്ഞത്? ചോദിച്ചത് കേട്ടില്ലടി. അവളോട് ദേഷ്യപ്പെടണ്ട. മണിയറ ഒരുക്കിയത് വരുണിനും പ്രിയങ്കയ്ക്കുവാ. പാടില്ല. എന്റെ മനസ്സിനെ ഒരിക്കലും പിടിവിട്ടു പോകാൻ പാടില്ല. ഞാനിപ്പോ ഒരടിമ മാത്രം. ഒരുപാട് ഉത്തരവുകൾക്ക് നടുവിൽ ജീവിക്കുന്ന ഒരടിമ. അടിമയ്ക്ക് സ്വപ്നങ്ങൾ പാടില്ല. അതെ, പ്രിയങ്കയെ തിരിച്ചു കൊണ്ടുവന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുക. അവളെ വീണ്ടും എന്റെ തലയിൽ കെട്ടിവെക്കാനാണോ? പ്രിയങ്ക ഭാര്യയല്ലേ? നോക്ക്, ഇനി കണക്കുകൾ നമ്മൾ തമ്മിൽ പറയരുത്. തന്റെ തീരുമാനം എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്ത് തീരുമാനം? എന്നോടൊപ്പം താൻ ജീവിക്കാൻ തയ്യാറാണോ അല്ലയോ? എത്ര തവണ ഞാനത് പറഞ്ഞു? നോക്ക് രാധിക, താനും ആറ്റുവാശ്ശേരിയിലെ മുഴുവൻ ആളുകളും വിചാരിച്ചാലും പ്രിയങ്കയെ സ്വീകരിക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കില്ല. ഞാനത് ചെയ്യില്ല. പിന്നെ ഒരുപാട് എന്നെ നിർബന്ധിച്ചാ ഞാൻ അങ്ങ് എന്തെങ്കിലും ചെയ്തങ്ങ് അവസാനിക്കും. എന്നൊന്ന് വിട്ട് പോയിക്കൂടെ? എന്നിങ്ങനെ ദ്രോഹിച്ച് രസിക്കുന്ന എന്തിനാ? എന്റെ ആരുമല്ല. ഒരുങ്ങിക്കഴിഞ്ഞപ്പോ എന്തൊരു ഭംഗിയ മോളെ കാണാൻ. നിന്നെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. ഇതെന്താ അമ്മേ, ഇവിടെ വല്ല സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോ? അല്ല, ഈ ഒരുക്കത്തിന്റെ അർത്ഥം എന്താ? പെണ്ണുങ്ങൾ ഒരുങ്ങുന്നത് തെറ്റൊന്നുമല്ലല്ലോ. അത് നീയും ചെയ്യാറില്ലേ?
ഞാനും ഒരുങ്ങാറുണ്ട്. അതിന് ഒരുപാട് സമയം എടുക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ രഹസ്യമായി ഒരുങ്ങാറില്ല. ആര് പറഞ്ഞു രഹസ്യമായിട്ട് ഒരുങ്ങുന്നേന്ന്? മോള് തനിച്ചല്ലോ, ഞാനില്ലേ കൂടെ. പ്രിയങ്കെ, എന്താ കാര്യം? നീ എന്താ ഒരുങ്ങിയിരിക്കുന്നെ? അത് നീ രാത്രിയില്. ഇനി നിന്റെ ആഗ്രഹം പോലെ വല്ല ഫോട്ടോഷൂട്ടോ ഉണ്ടോ? ഇല്ല. കൽപ്പന മുറിയിലേക്ക് ചെല്ല്, ഇത് ഞാൻ നോക്കിക്കോളാം. ഇതല്ലേ അമ്മ ഞാനും ചോദിച്ചത്. എന്താ ഇതിലെ രഹസ്യമെന്ന്? ഓ, ചിലപ്പോ പൂജ വല്ല ഉണ്ടാവുമല്ലേ? പൂജയ്ക്ക് ആരും ഇങ്ങനെ ഒരുങ്ങില്ലല്ലോ. അമ്മ മണിയറ ഒരുക്കി. മണിയറയോ? ആർക്ക്? ഡി, ആർക്ക് മണിയറ ഒരുക്കിയ കാര്യം നീ പറഞ്ഞത്? ചോദിച്ചത് കേട്ടില്ലേടി? ദേ, അവളോട് ദേഷ്യപ്പെടണ്ട. മണിയറ ഒരുക്കിയത് വരുണിനും പ്രിയങ്കയ്ക്കുവാ. അതെന്താ പറ്റി? ഓ, ഇപ്പൊ എല്ലാം റീക്രിയേറ്റ് ചെയ്യലാണല്ലോ. ആദ്യ രാത്രി റീക്രിയേറ്റ് ചെയ്യണമെന്ന് നീ വല്ലതും പറഞ്ഞോ രാധികെ? അതോ വരുണാണോ ആഗ്രഹിച്ചത്? അവര് രണ്ടുപേരുമല്ല, ഞാനാ ആഗ്രഹിച്ചത്. രാധികെ, പ്രിയങ്ക നീ മുറിയിലേക്ക് കൊണ്ടുപോകും. വാ മോളെ. അതെ, നിക്ക്. കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ട് പോയാ മതി. കൽപ്പനയുടെ ചോദ്യം എന്നോടായിരുന്നില്ലേ? ഉത്തരം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പോയിക്കോ. എന്താ അമ്മ ഇതൊക്കെ? വരുണും പ്രിയങ്കയുള്ള ബന്ധത്തിൽ ചില താളപ്പിഴകൾ ഉണ്ടെന്ന് മറ്റെല്ലാവരെയും പോലെ നിനക്കും അറിയാലോ. അത് ഇന്നത്തോടെ അവസാനിക്കും. എങ്ങനെ? വരുൺ സമ്മതിച്ചോ? സമ്മതിച്ചു. എങ്കിലേ ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ. എന്തിന്? അല്ല, എനിക്കെന്റെ സംശയം തീർക്കണ്ടേ? നീ ആരോടും ഒന്നും ചോദിക്കുന്നില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയെടുക്കാനും എനിക്കറിയാം. അതിന് നീ ഇടങ്കോലിടുകയാണെങ്കിൽ അമ്മേനെ ഭീഷണിപ്പെടുത്തുകയാണോ? നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അങ്ങനെ തന്നെ. ഈ വീട്ടിൽ ചിലരെയൊക്കെ നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അമ്മയുണ്ടല്ലോ, പരമേശ്വരൻ ചേട്ടനുണ്ടല്ലോ എന്ന് കരുതി ഞാൻ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇനി ആ സൗജന്യെ മോള് പ്രതീക്ഷിക്കണ്ട കേട്ടോ. നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഞാൻ തന്നെ തരാം. ചെല്ല്, പോ നോക്ക്.